തുടങ്ങട്ടെ. ഗുഡ് ഈവനിങ് എവ്രി വൺ. ലിറ്റററി ലെൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു പുസ്തകമായിട്ട് എത്തിയിട്ടുള്ളത് ഫോർത്ത് സെമസ്റ്റർ ഇംഗ്ലീഷിലെ സന സൈനുദ്ദീൻ ആണ്. അപ്പോൾ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി സനയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സന. Good evening, everyone. Okay. സോ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്ക് ദ ഹൗസ് ഇൻ ദ സെറുലിയൻ സീ എന്ന് പറയുന്ന TJ ക്ലൂന്റെ ബുക്കാണ്. ഇതാണ് ബുക്ക് കേട്ടോ. അപ്പോൾ TJ ക്ലൂന് എൻ്റെ ഫസ്റ്റ് ബുക്കാണ് TJ ക്ലൂന്റെ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഓഥറിന്റെ ബുക്ക് വായിക്കുന്നത്. അപ്പോൾ ഞാൻ ബുക്ക് വായിച്ചു തുടങ്ങുമ്പം ഞാൻ ഓഥറിനെ പറ്റി റിസർച്ച് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ബുക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ വായിച്ചതാണ്. ഇപ്പൊ TJ ക്ലൂനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാളൊരു അമേരിക്കൻ ഓഥറാണ്. ഇയാളുടെ ബുക്സിൽ കൂടുതലായിട്ടും ഫാന്റസി, അതുപോലെ തന്നെ റൊമാൻറ്റിക് ഫിക്ഷൻ ആണ് വരിക. പിന്നെ LGBTQ+ ഫീച്ചേഴ്സ് വരുന്ന ബുക്സ് ആണ് ഇയാൾ എഴുതുക. അതിനൊരു റീസൺ ഉണ്ട്. TJ ക്ലൂൻ ഒരു ക്യൂർ ആണ്, ഹീസ് എ ഗേ. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പരുടെ എല്ലാ ബുക്സിലും ഈ LGBTQ+ കുറിച്ചിട്ട് ഒരു ആക്യുറേറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് അയാളുടെ സ്റ്റോറീസിൽ അല്ലെങ്കിൽ അയാളുടെ റൈറ്റിംഗ്സിൽ ഉണ്ടാവണം എന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. അപ്പൊ അത് നല്ല രീതിക്ക് ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു എലമെന്റ്, ഈ LGBTQ+ എലമെന്റിനോട് എനിക്ക് വല്ലാണ്ട് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ വല്ലാതെ താല്പര്യമോ ഇല്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ഇതൊരു ഗേ നോവൽ ആണെന്നോ അല്ലെങ്കിൽ ഈ ഓഥർ ഒരു LGBTQ കാറ്റഗറിയിൽ പെട്ട ആളാണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് വായിച്ചു തുടങ്ങിയപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അവളാണ് പറഞ്ഞത് ഇതൊരു ഗേ നോവലാണെന്ന്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒന്നും അതിനെ പറ്റിയിട്ടുള്ള ഒരു എലിമെന്റും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയാ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളായത് കാരണം എനിക്കിത് ഇനി കണ്ടിന്യൂ ചെയ്യണോ അതോ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളൊരു തോട്ടിൽ എത്തിയപ്പോഴാണ് വീണ്ടും ഞാൻ ഏതായാലും വായിച്ചു തുടങ്ങിയതല്ലേ, കണ്ടിന്യൂ ചെയ്യാം എന്ന രീതിയിൽ ബുക്ക് വായിച്ചു തുടങ്ങിയത്. പക്ഷെ ബുക്ക് വായിച്ചു തുടങ്ങിയപ്പം നമുക്ക് അതൊരു ഓക്വേർഡ് അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗേ തോന്നില്ല. അത്രയും നല്ല രീതിക്ക് വളരെ പോസിറ്റീവ് ആയിക്കൊണ്ടാണ് ഈ TJ ക്ലൂന് ഈ LGBTQ+ പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇപ്പം TJ ക്ലൂന് സാധാരണ സീരീസ് റൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ബുക്കിന്റെ തന്നെ ഒരു സീരീസ് ആണ് അണ്ടർ ദ വിസ്പറിംഗ് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. അപ്പോൾ ഈ ബുക്കിന് ശേഷം അയാൾ എഴുതിയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ ഈ ദ ഹൗസ് ഇൻ ദ സെറുലിയൻ സീ എന്ന് പറയുന്നത് മാജിക്കൽ റിയലിസം, അതുപോലെ തന്നെ ഒരു മോഡേൺ ഫാന്റസി നോവലാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഗേ എലിമെന്റ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പം ലിനസ് ബേക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ് കഥ പോകുന്നത്. ലിനസ് ബേക്കറിന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സിലൂടെയാണ് നമുക്ക് സ്റ്റോറി എന്താണെന്ന് റിവീൽ ചെയ്യുന്നത്. ലിനസ് ബേക്കർ എന്ന് പറയുന്നത് ഒരു 40 year old, ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആണ്. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ്, അങ്ങനെ വളരെ ഒരു മൂപ്പർക്ക് തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ലിനസ് ബേക്കർ വർക്ക് ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഓഫ് മാജിക്കൽ യൂത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക്കൽ യൂത്ത്സ് അല്ലെങ്കിൽ ഓർഫനേജസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓർഫനേജസിൽ അവിടെ പോയി അവിടെ ഒബ്സർവ് ചെയ്ത് അവിടെ ഈ മാജിക്കൽ യൂത്ത്സ് അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് അവർക്ക് അത് റിപ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ ഇയാളുടെ റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഈ ഓർഫനേജ് സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അപ്രൂവൽ കൊടുക്കണോ എന്നുള്ളത് എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് ആൾക്കാർ തീരുമാനിക്കാം. അപ്പൊ ഇയാളുടെ ഓഫീസ് സെറ്റിംഗ്സ് ഒക്കെ വളരെ എന്താ പറയാ, ഒരു ഹോംലി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു ഓഫീസ് സെറ്റിംഗ് ആണ്. പരസ്പരം എംപ്ലോയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്ത വളരെ സീക്രസി ഉള്ള ഒരു ഓഫീസ് സെറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇയാൾക്ക് വേറെ ഒന്നും ഇയാളുടെ ലൈഫിൽ ചെയ്യാനില്ല, ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. ആൻഡ് അത് ഈ ലിനസ് ബേക്കർ വളരെ ഓണസ്റ്റ് ആയിട്ടും ഒരു ബയസും ഇല്ലാതെ പ്രോപ്പർ ആയിട്ട് ഭയങ്കര ക്ലാരിറ്റിയിൽ റാഷണൽ ആയിട്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കെ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ
ഈ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റിന് എംപ്ലോയേഴ്സുമായിട്ട് വല്ലാതെ ബന്ധമില്ല. വൺസ് ഇൻ ഇയർ ഒക്കെയാണ് ഇവർ കാണുള്ളൂ. അത് ഇവർക്ക് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. അവരത്രയും എന്താ സീക്രട്ട് ആയിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരാണ്, കുറച്ച് ഓഫീസേഴ്സ് ആണ്. അപ്പോൾ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് ആൾക്കാർ ലിനസ് ബേക്കറിനെ വിളിക്കുകയാണ്. ആൻഡ് അപ്പൊ അത് വിളിക്കുമ്പോൾ അയാൾ ഭയങ്കര ടെൻസ്ഡ് ആണ്. എന്തിനാണ് ഈ വിളിക്കുന്നത്? ജോലി പോകാനാണോ? കാരണം അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈവൻ ഒരു യൂണിഫോമിൽ വരുന്ന ഒരു മാർക്ക് പോലും നെഗറ്റീവ് മാർക്ക് ആയിട്ടാണ് കാണുക. അങ്ങനെ ഇവര് വിളിച്ചിട്ട് ലിനസ് ബേക്കറിന്റെ അടുത്ത് പറയാണ്, ഞങ്ങൾ ക്ലാസിഫൈഡ് ലെവൽ 4, അതായത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ലിനസിനെ ഏൽപ്പിക്കുകയാണ്. ആൻഡ് യു ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ ലിനസ് ഒരു ഇൻട്രോവേർട്ട് ആണ്, ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് കടക്കാത്ത ഒരാളാണ്, അൺമാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇയാൾക്ക് വേറെ ഒന്നുമില്ല, ഇയാളൊരു ഒറ്റ ഒരാളാണ്, ഇയാൾക്കൊരു ക്യാറ്റ് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് പീപ്പിൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട്, ലിനസിന്റെ റിപ്പോർട്ട്സിൽ ഇംപ്രസ്ഡ് ആയിട്ട് ലിനസിന് ഒരു ടാസ്ക് അപ്പോയിന്റ് ചെയ്യാണ്. അപ്പോൾ അധികം ഒന്നും ഇവര് റിവീൽ ചെയ്യുന്നില്ല, ടാസ്ക് എന്താണെന്നുള്ള റിവീൽ ചെയ്യുന്നില്ല. സെയിം സംഭവം തന്നെയാണ്, ഒരു ഓർഫനേജിന് പോയിട്ട് ഒബ്സർവ് ചെയ്യണം. പക്ഷെ അവർ പറയുന്നുണ്ട് ഈ ഓർഫനേജ് ഭയങ്കര ഡേഞ്ചർ ആണ്, അതൊരു ഐലൻഡിലാണ് ഈ ഓർഫനേജ് ഉള്ളത്, അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡേഞ്ചർ ആൻഡ് ബി കെയർഫുൾ എന്നൊക്കെ ലിനസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ലിനസ് ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ ചെയ്യണം എന്നുള്ളത് എനിക്ക് ചോയ്സ് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇല്ല, ചോയ്സ് ഇല്ല, ദിസ് ഇസ് മാൻഡേറ്ററി ബട്ട് ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്, യു ഹാവ് ടു ഹാൻഡിൽ വിത്ത് കെയർ ആൻഡ് യു ഷുഡ് നോട്ട് ബി ബയസ്. ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്റ് ഉണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ അത് ഫോളോ ചെയ്തിട്ട് വേണം ഇവര് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിനസ് അത്രയും കാലം ചെയ്തിരുന്നു, 19 വർഷമായിട്ട് ഇതിൽ തന്നെ വർക്ക് ചെയ്യാണ്, അത്രയും കാലം ചെയ്തിരുന്ന റിപ്പോർട്ട്സ് ഒക്കെ ഓണസ്റ്റും ക്ലാരിറ്റി ഉള്ളതും ആയതുകൊണ്ടാണ് ലിനസിനെ ഏൽപ്പിക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു ഓർഫനേജ് ഏൽപ്പിക്കുമ്പം ഓർഫനേജിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് നോട്ട് ഇവർക്ക് കൊടുക്കും. അങ്ങനത്തെ ഒന്നും തന്നെ ലിനസിന് കൊടുത്തിട്ടില്ല. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ലിനസിന്റെ അടുത്ത് ചാർജ് ഏറ്റെടുക്കണം എന്ന് പറയാം. ആൻഡ് അവരൊരു ഡോക്യുമെന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഐലൻഡിൽ എത്തിയിട്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാണ്. ആൻഡ് ആ ഒരു ഐലൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാജിക്കൽ റിയലിസം നന്നായിട്ട് ഇതിലുണ്ട്. അപ്പോ ആ ഒരു ഐലൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഐലൻഡ് ഭയങ്കര ഐസൊലേറ്റഡ് ആയിട്ട് ഈ ഐലൻഡിൽ ഈ ഓർഫനേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഐലൻഡ് കടക്കണമെങ്കിൽ ഒരു വില്ലേജ് കടന്നിട്ടാണ് ഐലൻഡ് ഉള്ളത്. ഇപ്പൊ ഈ ഓർഫനേജിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 6 കുട്ടികളെ ഉള്ളൂ. ഓക്കെ, ഈ 6 കുട്ടികളെയാണ് ഭയങ്കര ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് ഈ 6 കുട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 പേരും മാജിക്കൽ ചിൽഡ്രൻ ആണ്. അതായത് ഒരാള് ഒരു ആന്റി ക്രൈസ്റ്റ് ആണ്, സാത്താന്റെ മകൻ നമ്മൾ പറയുന്നത് ഡെവിൾസ് ആണ്. ഒരാൾ ആന്റി ക്രൈസ്റ്റ് ആണ്, ഒരാള് നോം ആണ്, നോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതം. പിന്നെ ഒരാള് സ്പ്രൈറ്റ് ആണ്, ഒരാള് വൈബേൺ ആണ്, അതായത് 2 legged ഡ്രാഗൺ എന്ന് നമ്മൾ പറയില്ലേ. ആൻഡ് ഒരാള് ഒരു ബോയ് ആണ്. ആൻഡ് അവർക്ക് പെട്ടെന്ന് ഒരു പോമറേനിയൻ ഡോഗ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികളാണ് ആ ഒരു ഓർഫനേജിലുള്ളത്. ആൻഡ് അവിടെ ഒരു മാസ്റ്റർ ഉണ്ട്. മാസ്റ്ററിന്റെ പേരാണ്, അതായത് ഇവരെ നോക്കാനുള്ള ഒരു മാസ്റ്ററിന്റെ പേരാണ് ആർത്തർ പാരനാസസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഈ 6 കുട്ടികൾ എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള കുട്ടികളാണ്. ആൻഡ് മെയിൻ സ്ട്രീം സൊസൈറ്റി ഇവരെ അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഇവരൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഒരു ഐലൻഡിലാണ് ഓർഫനേജ് ഉള്ളത്. അപ്പൊ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓർഫനേജ് ആയതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇൻ ചാർജ് ഓഫ് മാജിക്കൽ യൂത്തിന് ഒബ്സർവേഷൻസ് ചെയ്യണം. ആൻഡ് ഈ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് ആൾക്കാർക്ക് ഇതൊട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. ഈ ഒരു ഓർഫനേജ് നടത്തി പോകുന്നു എന്നുള്ളത് ഒരിക്കലും ഇഷ്ടമുള്ള കാര്യമില്ല. ദേ വാണ്ടഡ് ടു സ്റ്റോപ്പ് ദി ഓർഫനേജ്. അപ്പോ അങ്ങനെയാണ് ലിനസ് ബേക്കർ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പൊ ലിനസ് ബേക്കറിന് ഒരു സിറ്റി ലൈഫ് എപ്പോഴും ബോറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ആൻഡ് ഇയാൾക്ക് എപ്പോഴും പോവേണ്ടത് ഒരു ഓഷ്യനിലേക്കാണ്. അയാള് എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ബ്രേക്ക് എടുത്ത് ഒരു വെക്കേഷൻ ഓഷ്യനിലേക്ക് പോകണം. ഐലൻഡ് എത്തിയതിന് ശേഷമാണ് ഇവൻ ലിനസ് ബേക്കർ റിപ്പോർട്ട് നോക്കുന്നത്. അപ്പോഴാണ് ഡോക്യുമെന്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോ ഡോക്യുമെന്റ് നോക്കുമ്പം ഫസ്റ്റ് കാണുന്നത് ഈ ആന്റി ക്രൈസ്റ്റ് ആയിട്ടുള്ള ലൂസിഫർ എന്ന് പേരുള്ള 6 വയസ്സുള്ള കുട്ടിയുടെ ബ്രീഫ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രം, ജസ്റ്റ് ലൂസിഫർ 6 year old ആന്റി ക്രൈസ്റ്റ്, ഇങ്ങനെ മാത്രമാണ് റിപ്പോർട്ടിലുള്ളൂ.
ആൻഡ് ഭയങ്കര വേഗമായിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പം എൻ്റെ ഒരു നിഗമനം അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചിലപ്പോൾ ഈ റിപ്പോർട്ട് ഐലൻഡിൽ എത്തിയിട്ട് വായിച്ചാൽ മതി എന്ന് പറയുന്നത് ഇങ്ങനെ വേഗമായിട്ട് ഓരോ പേജസ് ടേൺ ചെയ്യുമ്പോഴും ലിനസിന് അത് ഭയങ്കര ഒരു ഷോക്കാണ്. അവന്റെ ഉള്ളിൽ അത് നന്നായിട്ട് പേടി വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നേ നോക്കിയിരുന്നെങ്കിൽ ഇയാൾ പോകില്ല എന്ന് വിചാരിച്ചിട്ടാവും ഐലൻഡിൽ എത്തിയിട്ട് വായിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ആൻഡ് ലിനസിന് അത്ര വെൽക്കമിങ് ആയിരുന്നില്ല അവിടുത്തെ കുട്ടികളൊന്നും ഈ ഐലൻഡ്സിൽ എത്തിയതിനു ശേഷം. അപ്പൊ ഐലൻഡ്സിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ പോകുമ്പോഴൊക്കെ ലിനസ് അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈവൻ തോ അതൊരു ഹെക്ടിക് ജേർണി ആണെങ്കിൽ കൂടി ലിനസ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ലിനസ് ഓഷൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ലിനസിന് ഈ ഉപ്പ് മണമൊക്കെ ഭയങ്കര സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഹിംസെൽഫ് ഇസ് റിമൈൻഡിങ് ഇൻ ബിറ്റ്വീൻ, ഐ എം നോട്ട് ഓൺ എ വെക്കേഷൻ, ഞാൻ എൻ്റെ വർക്കിലാണ് ഉള്ളതെന്ന് ഹി ഹിംസെൽഫ് ഇസ് റിമൈൻഡിങ് അഗൈൻ ആൻഡ് അഗൈൻ. ആൻഡ് ഫൈനലി ദേ ആർ റീച്ചിങ് ദി ഐലൻഡ്. ആൻഡ് അവിടുന്ന് ലിനസിന് ഭയങ്കര പേടിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഓരോ അനുഭവങ്ങളാണ് ഓരോ കുട്ടികളിൽ നിന്നും ഉണ്ടാവുന്നത്. ആൻഡ് ഈ ആന്റിക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ലൂസിനെ അവിടെ ഒരിക്കലും ആന്റിക്രൈസ്റ്റ് ആണ് എന്ന് നെയിം ചെയ്യാൻ അവിടുത്തെ മാസ്റ്റർ സമ്മതിക്കില്ല. പിന്നീട് ഇയാൾ ഇത് ഒബ്സർവ് ചെയ്ത് കാണുമ്പം എല്ലാവരും നല്ല രീതിക്കാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക റുട്ടീൻ സ്കെഡ്യൂൾ ഉണ്ട്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അലോട്ട് ചെയ്തിട്ടുണ്ട്. സാറ്റർഡേസ് അവർക്ക് അഡ്വെഞ്ചർ മാത്രം ചെയ്യാനുള്ള ഡേയ്സ് ആയിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിക്ക് പോകുന്ന ഒരു ഓർഫനേജ് ആണ്. പക്ഷേ ഇവര് മാജിക്കൽ ചിൽഡ്രൻ ആയതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സൊസൈറ്റി അല്ലെങ്കിൽ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റിന് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ ഒരു ഓർഫനേജ് കൊണ്ടുപോകുന്നതിന്. ആൻഡ് ഓരോ കുട്ടിക്കും ഓരോ പോസിറ്റീവ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു നോമുണ്ട്, ഒരു ചെറിയ ഭൂതമുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, നല്ല രസത്തിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ശരിക്കും വായിക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ്. അപ്പം ആ നോം എന്ന് പറയുന്ന താലിയ എന്ന് പറയുന്ന കുട്ടിക്ക് ഷീ ലൈക്സ് ഗാർഡനിങ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണുള്ളത്. ഈ നമ്മൾ പറഞ്ഞു ഒരു ബോയ്, അയാള് എന്താ പോമറിൻ ഡോഗ് ആയിട്ട് ചേഞ്ച് ചെയ്യും. സാൽ എന്നാണ് പേര്. അപ്പം സാലിന് നന്നായിട്ട് എഴുതാൻ അറിയാം. അപ്പൊ അതിന് വേണ്ടിയുള്ള ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒക്കെ ഈ ആർത്തർ എന്ന് പറയുന്ന മാസ്റ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലൂസി എന്ന് പറയുന്ന ഈ ആന്റി ക്രൈസ്റ്റ് ആയിട്ടുള്ള കുട്ടിക്ക് ചില സമയത്ത് നമ്മൾ പറയില്ലേ ഡെവില് കയറും അവന്റെ അകത്ത്. അപ്പോൾ ഹി ഹാസ് ഗോട്ട് സം മാജിക്കൽ പവേഴ്സ്. എല്ലാത്തിനെയും ലിഫ്റ്റ് ചെയ്യാനും ഹോൾ ഐലൻഡിനെ ഷെയ്ക്ക് ചെയ്യാനുള്ള പവർ അവർക്കുണ്ട്. പക്ഷെ ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അവരെ റേസ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒരു ബ്രദർഹുഡ് ഷെയർ ചെയ്യുന്ന രീതിക്കാണ്. ഇപ്പം ദേ വിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ ഈച്ച് അതർ. ഇപ്പം ലൂസി അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ലൂസി ഇങ്ങനെ രാത്രി ഡെവില് അവന്റെ മേത്ത് കയറി, ലൈക്ക് ഹീസ് ഫീലിംഗ് സ്പൈഡേഴ്സ് അവന്റെ കണ്ണിന് മുന്നിൽ വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ആ സമയത്താണ് ഇവൻക്ക് ഈ മാജിക്കൽ പവർ കിട്ടുന്നതും ഇവന് ഡെവിലായി മാറുന്നതും. പക്ഷെ എല്ലാവരും കാമായിട്ട് ലൂസിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓരോരുത്തരുടെയും വീക്ക്നെസ്സും ഓരോരുത്തരുടെയും സ്ട്രെങ്ത്തും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ഓർഫനേജ് ആണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരു ഗേ എലിമെന്റ് ഉണ്ട്. അപ്പൊ ഇതിലെ ഗേ എലിമെന്റ് എന്ന് പറയുന്നത് ഓർഫനേജ് ലൈക്ക് ഈ ഓർഫനേജിലേക്ക് അല്ലെങ്കിൽ ഈ ഐലൻഡിലേക്ക് ലിനസ് ബേക്കർ ഒബ്സർവേഷന് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവന്റെ ഡ്യൂട്ടി ഉള്ളത് 1 മാസത്തേക്കാണ്. അപ്പം ആഫ്റ്റർ ഈച്ച് വീക്ക് ഇവൻക്ക് റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അങ്ങനെ പതിയെ ലിനസ് ബേക്കറും ആർത്തറും തമ്മിൽ ഇഷ്ടത്തിലാവും. പക്ഷെ ഭയങ്കര വൾഗർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു വിയേർഡ് അല്ലെങ്കിൽ ഓക്വേർഡ് ഫീലിംഗ് തോന്നുന്ന രീതിയിലൊന്നും TJ Klune പോർട്രേ ചെയ്തിട്ടില്ല. പിന്നീട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഈ ഓർഫനേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാതെയാണ് ലിനസ് ബേക്കർ ഈ ഒരു ഐലൻഡിലേക്ക് വരുന്നത്. അപ്പോ ഈ ഓരോ വീക്കും ലിനസിന് റിപ്പോർട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജിലേക്ക് പോകണം. അപ്പൊ വില്ലേജിലേക്ക് പോകുന്നത് അവിടെ ഒരു ഐലൻഡ് സ്പ്രൈറ്റ് ഉണ്ട് ആൻഡ് ഹർ നെയിം ഇസ് സോയി. അപ്പൊ സോയിയുടെ കൂടെയാണ് വില്ലേജിലേക്ക് പോകുന്നത്. അപ്പൊ വില്ലേജിലേക്ക് പോകുമ്പം ഈ വില്ലേജേഴ്സിന് ഇവരെ കാണുന്നത് ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഓർഫനേജ് ക്ലോസ് ചെയ്യണം. ആൻഡ് ഗവൺമെന്റ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഓർഫനേജ് ക്ലോസ് ചെയ്യണം എന്നുള്ളതിക്ക് ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ ഇറ്റ് ഇസ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓർഫനേജ്.
അപ്പോൾ ഓരോ വീക്ക് ലിനസ് ബേക്കർ ഈ പോസ്റ്റ്മാന്റെ അടുത്ത് പോകുമ്പോൾ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റിന്റെ അടുത്തുനിന്ന് ഓരോ പോസ്റ്റ് ലിനസിന് കിട്ടും. ഇതിന്റെ ഒരു റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് ആയിട്ടോ ലിനസ് ബേക്കറിന് കിട്ടും. അങ്ങനെ ലിനസ് ബേക്കർ എല്ലാതും ഇയാൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം എനിക്ക് 2-3 കോട്ട്സ്, 2-3 അല്ല, അത്യാവശ്യം കോട്ട്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനതിൽ 2-3 നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ദിവസം ലിനസ് ബേക്കർ രാവിലെ ഇവരുടെ മോർണിംഗ് ക്ലാസിന്റെ സമയത്ത് ആർത്തർ, ഓർഫനേജിലെ മാസ്റ്റർ ആർത്തർ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പ്രസന്റ് ചെയ്യാം. അതായത് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം എന്ന് പറയണം. അങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോന്ന് പ്രസന്റ് ചെയ്യണം. ആ സമയത്ത് സാൽ, നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇയാൾക്ക് ഡോഗായിട്ട് മാറാനുള്ള ഒരു കഴിവുണ്ട്, പോമറിൻ ഡോഗായിട്ട് മാറാനുള്ള കഴിവുണ്ട്. അപ്പോ സാല് ഭയങ്കര ഷൈ ആണ്, ഭയങ്കര പേടിയാണ്. കാരണം സാൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഓർഫനേജില് ഭയങ്കരമായിട്ടും അബ്യൂസസ് നേരിട്ട ഒരു കുട്ടിയാണ്. എന്നിട്ടാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഐലൻഡിന്റെ പേര് മാർസിയാസ് ഐലൻഡ് എന്നാണ് കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞത്. അപ്പൊ എന്നിട്ടാണ് അവിടുന്ന് ഒഴിവാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ സാൽ ഭയങ്കര പേടിയാണ് പുറത്തുള്ള ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കേസ് വർക്കറായ ലിനസിനെ കാണുമ്പോൾ. കാരണം മുന്നേ ഉള്ള ഓർഫനേജസിന് ഈ കേസ് വർക്കേഴ്സിന്റെ അടുത്തുനിന്ന് സാലിന് ഒരുപാട് അബ്യൂസസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആർത്തർ പറയുന്ന ഒരു സംഭവമുണ്ട്, ദ തിങ്സ് വി ഫിയർ ദി മോസ്റ്റ്. ആക്ച്വലി സാല് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ആർത്തർ പറയുന്ന ഒരു സംഭവമാണ്, ദ തിങ്സ് വി ഫിയർ ദ മോസ്റ്റ് ആർ ഓഫൻ ദ തിങ്സ് വി ഷുഡ് ഫിയർ ദ ലീസ്റ്റ്. ഇറ്റ്സ് ഇറാഷണൽ ബട്ട് ഇറ്റ്സ് വാട്ട് മേക്സ് us human. And if we are able to conquer those fears, then there is nothing we are not capable of. ശരിയല്ലേ? നമ്മൾ എന്തിനെയാണോ പേടിക്കുന്നത് അത് മനസ്സിലാക്കി അതിനെയാണ് നമ്മൾ പേടിക്കാതിരിക്കേണ്ടത്. അങ്ങനെ ആ ഒരു പേടി നമുക്ക് കോൺകർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ we as humans നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയാണ് അവിടെ ഈ ആർത്തർ ഓരോ കുട്ടിനെയും റേസ് ചെയ്യുന്നത്. ആൻഡ് ലിനസ് ഇങ്ങനെ ഓരോന്നും ഒബ്സർവ് ചെയ്ത് വരുമ്പം ഒരു ദിവസം ഇയാളൊരു സെല്ലാർ ഡോർ ഒബ്സർവ് ചെയ്യും. ഓക്കെ, അത് ഈ ഒരു ഓർഫനേജിന് കുറച്ച് വിട്ടു നിന്നിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉള്ളത്. ആൻഡ് അത് ഭയങ്കര വലിയ ഒരു ലോക്ക് കൊണ്ടാണ് അത് ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുറക്കാൻ നോക്കുമ്പോൾ പറ്റൂല. ആൻഡ് എന്താണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അത് അയാളുടെ ഉള്ളിൽ തന്നെ വെക്കും, അയാൾ ചോദിക്കാൻ നിൽക്കില്ല. അങ്ങനെ ഇതേപോലെ ഒരു പ്രാവശ്യം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മാൻ്റെ അടുത്ത് പോകുമ്പോൾ പോസ്റ്റ്മാൻ അവിടുന്ന് വന്ന മെയില് ഇയാൾക്ക് പാസ് ചെയ്യും, ലിനസിന് പാസ് ചെയ്യും. അപ്പൊ അതിനകത്ത് കീ ഉണ്ടാവും. അപ്പൊ ഈ കീ സെല്ലാർ ഡോറിന്റെ കീ ആയിരിക്കും. അപ്പൊ ഈ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് ആൾക്കാർക്ക് ആർത്തറിനോട് വല്ലാത്ത ദേഷ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു സെല്ലാർ ഡോറ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആർത്തർ എന്ന പേഴ്സന്റെ ഹിസ്റ്ററി, അയാളുടെ ചൈൽഡ്ഹുഡ്, അയാൾ എന്തുകൊണ്ടാണ് ഈ ഓർഫനേജ് നടത്തിക്കൊണ്ടുപോകുന്നത്, എന്തുകൊണ്ടാണ് എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് പീപ്പിളിന് ആർത്തറിനോട് ദേഷ്യം, അത് കാരണമാണ് അവർക്ക് ഈ ഓർഫനേജസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത് ആ ഒരു സെല്ലാർ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റോറി മൊത്തം പറയുന്ന പോലെ ആവും. അപ്പോൾ അത് ഞാനിപ്പോ പറയുന്നില്ല. ആൻഡ് നിങ്ങൾ വായിച്ച് എൻജോയ് ചെയ്യും. ആൻഡ് അങ്ങനെ ലിനസിന് അവിടെ ഇഷ്ടപ്പെട്ട് തുടങ്ങാണ്, ആ ഒരു ഓർഫനേജ് ഇഷ്ടപ്പെട്ട് തുടങ്ങാണ്. അപ്പോൾ ഇവര് ആർത്തറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സെല്ലാർ ഡോറിന്റെ കീ കൊടുക്കാൻ കാരണം ഇതിന് മുന്നത്തെ 2 വീക്സിൽ ലിനസ് കൊടുത്ത റിപ്പോർട്ടുകൾ കൊണ്ടാണ്. കാരണം ലിനസ് എല്ലാതും പോസിറ്റീവ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആർത്തറാണ് ഏറ്റവും ഡേഞ്ചറസ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലൂസി എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റ് ആണ് ഡേഞ്ചറസ് എന്നാണ് എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻസ്. അപ്പം എന്തുകൊണ്ടാണ് ആർത്തർ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിനസിന് ആ ഒരു സെല്ലാർ ഡോറിന്റെ കീ കൊടുക്കുന്നത്. അപ്പോ യെസ്, ഞാൻ ഇനിയും സംസാരിച്ച ചിലപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ലിനസിന് പിന്നെ ഇഷ്ടപ്പെട്ടു പോവാണ് ഓർഫനേജ്. പക്ഷെ ലിനസ് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളുടെ അടുത്തും, അപ്പൊ ഇവര് ആദ്യം ലിനസിന് പേടിയായിരുന്നു ഈ കുട്ടികളെ. പക്ഷെ പിന്നീട് ലിനസും അവരെ യൂസ്ഡ് ആയി, അവരൊന്നും ചെയ്യില്ല, അവർ ഉപദ്രവിക്കില്ല. അവർ പറയുന്ന കാര്യങ്ങളോട് ലിനസിനും എന്താ പറയാ അഭിപ്രായ വ്യത്യാസം ഇല്ലാതായി തുടങ്ങി. ആൻഡ് ലിനസും അവരുടെ ഒരു മാസ്റ്ററായി മാറാൻ തുടങ്ങി.
പക്ഷേ ലിനസിനെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ എന്താ പറയാ വെക്കേഷനിലല്ല, ഞാൻ എൻ്റെ വർക്കിലാണുള്ളത്, ഐ ഹാവ് ടു ഗോ ബാക്ക് എന്നുള്ളത്. ആ സമയത്ത് ഈ ഐലൻഡ് സ്പ്രൈറ്റ് ആയിട്ടുള്ള ജോയി അല്ലെങ്കിൽ ആർത്തർ ലിനസിന്റെ അടുത്ത് പറയുന്നുണ്ട്, എ ഹോം ഇസ്ന്റ് ഓൾവേസ് ദി ഹൗസ് വി ലിവ് ഇൻ. ഇയാൾ എപ്പോഴും സിറ്റിയിലേക്ക് തിരിച്ചു പോകണം, അവിടെ എനിക്ക് വീടുണ്ട്, ജോബ് ഉണ്ട് എന്ന് പറയുമ്പം ദേ ആർ ടെല്ലിങ്, എ ഹോം ഇസ്ന്റ് ഓൾവേസ് ദ ഹൗസ് വി ലിവ് ഇൻ, ഇറ്റ്സ് ഓൾസോ ദ പീപ്പിൾ വി ചൂസ് ടു സറൗണ്ട് ourselves with. വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിൽഡിംഗ് അല്ല, പക്ഷെ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരാണ് അതൊരു ഹോം ആക്കുന്നത് എന്നുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ലിനസ് ഒരു കംഫർട്ട് സോണിലുള്ള ഒരാളാണ്. കംഫർട്ട് സോൺ പൊട്ടിച്ച ആള് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോ ഇനി തിരിച്ച് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി തിരിച്ച് അയാള് ജോബിലേക്ക് പോകുന്നതും അയാളുടെ ഒരു കംഫർട്ട് സോൺ ആണ്. അയാൾക്ക് ഈ ഓർഫനേജിൽ സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് ഈ ഓർഫനേജിൽ ലിനസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ആർത്തറും ലിനസും തമ്മിലുള്ള ഇഷ്ടം കൊണ്ട് ആർത്തറിന് ലിനസ് ഇവിടെ സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി ലിനസ് ഒരിക്കലും അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. ആ സമയത്തും സോയി ലിനസിന്റെ അടുത്ത് പറയുന്നുണ്ട്, വി ഗെറ്റ് ട്രാപ്ഡ് ഇൻ our own little bubble. And even though the world is a wide and mysterious place, our bubbles keep us safe from that to our detriment. ശരിയാണല്ലേ? നമ്മളാണെങ്കിലും നമ്മളുടെ കംഫർട്ട് സോണ് വിട്ടു പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ഇപ്പം നമ്മൾ ഒരു ബബിളിനകത്താണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഈവൻ ദോ ദ വേൾഡ് ഇസ് വൈഡ്, ആ ഒരു ബബിള് പൊട്ടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വി ആർ സേഫ്, ആൻഡ് ആ ഒരു സേഫ്നെസ് നമ്മുടെ ഹാമിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഫ് വി ആർ നോട്ട് ഹാപ്പി ഇൻ വാട്ട് വി ആർ ഡൂയിങ്, ദെൻ വി ഹാവ് ടു ബ്രേക്ക് ദാറ്റ് ബബിൾ അപ്പ്. സോ ആൻഡ് ലിനസ് തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ച് അയാൾ വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഒരു ഓർഫനേജ് എന്താ പറയാ അപ്രൂവ്ഡ് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ബുക്ക് വായിച്ച് അതിന്റെ ആ ഒരു ഭംഗി നിങ്ങൾ ആസ്വദിക്കുക. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്യാരക്ടേഴ്സ് ആണ്. ഓരോ ക്യാരക്ടറും അടിപൊളിയാണ്. ഓരോ ക്യാരക്ടറിനെയും പോർട്രേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവർ ഓരോന്നും പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ലെസൺ ആണ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ഹോപ്പ് തരുന്ന ഒരു നോവലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യേണ്ടത്, ലൈക്ക് ഒരാൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇതില് എനിക്ക് ലൈൻ കൃത്യമായിട്ട് ഓർമ്മയില്ല. ഈ മാജിക്കൽ ചിൽഡ്രനെയും കൂട്ടിയിട്ട് ഇവരൊരിക്കൽ വില്ലേജിലേക്ക് പോകുന്നുണ്ട്. ലൈക്ക് വില്ലേജ് പീപ്പിൾ ഇവരായിട്ടൊന്ന് അക്വൈൻറ്റ് ആവാൻ വേണ്ടിയിട്ട് വില്ലേജിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാനോ റെഡി ആവുന്നില്ല. അതിൽ ഒരാള് ഈ ലൂസി എന്ന് പറയുന്ന ക്യാരക്ടറിന് മ്യൂസിക്സ് ഭയങ്കര ഇഷ്ടം, ലിനസിനും മ്യൂസിക്സ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർ തമ്മിൽ ആ രീതിയിൽ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാവുന്നുണ്ട് നോവലിൽ. അപ്പോൾ ലൂസിന്റെ ഒരു മാജിക്കൽ, ലൂസിക്ക് ആ ഒരു പ്രശ്നം കാരണം അവന്റെ റെക്കോർഡ്സ് ഒക്കെ, മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവന് മൊത്തം ഷേക്ക് ചെയ്യാനും, ലൈക്ക് സ്പൈഡേഴ്സ് അവന്റെ കണ്ണിൽ വന്ന് ഇച്ച് ചെയ്യുന്ന പോലെ തോന്നുമ്പോൾ മൊത്തം ഓർഫനേജ് തന്നെ ഷേക്ക് ചെയ്യുകയും അവന്റെ മ്യൂസിക്കിന്റെ റെക്കോർഡ്സ് ഒക്കെ പൊട്ടി പോകുന്നുണ്ട്. അങ്ങനെ അവർ നെക്സ്റ്റ് വീക്ക് വില്ലേജിലേക്ക് നമുക്ക് പോവാം, റെക്കോർഡ്സ് മേടിക്കാം, എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോവാം, വില്ലേജ് പീപ്പിളിനെ കാണാം എന്നുള്ള പ്ലാനിലേക്ക് എത്തും. അങ്ങനെ അവിടെ ചെല്ലുമ്പം ഈ നമ്മൾ പറഞ്ഞ ഈ നോമും ഈ ആന്റി ക്രൈസ്റ്റ് ആയ ലൂസിയെയും ഇൻചാർജ് ആവുന്നത് ലിനസ് ബേക്കർ ആണ്. ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ആർത്തറും അതേപോലെ തന്നെ ഐലൻഡ് സ്പ്രൈറ്റും നോക്കും, സോയും നോക്കും. അങ്ങനെ ലിനസ് ബേക്കറും ലൂസിയും താലിയയും കുടിച്ച് ഈ മ്യൂസിക് റെക്കോർഡ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോ അവിടെ താലിയ വിൻഡോന്റെ അവിടെ നിൽക്കുമ്പം ഒരു ചെറിയ കുട്ടി വന്നിട്ട് താലിനിട്ട് അതായത് സ്മൈൽ ചെയ്യുക. അപ്പം ഇവർ സ്മൈൽ ചെയ്യുന്ന ആൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കാണുന്നത്, അതായത് ഹ്യൂമൻസിന് സ്മൈൽ ചെയ്യുക ആൻഡ് ലൈക്ക് ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്യുക, അങ്ങനത്തെ ജെസ്റ്റേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും, ആ വിൻഡോ ഗ്ലാസിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോ താലിക്കും ഭയങ്കര സന്തോഷാവാണ്. ആൻഡ് താലിയന്റെ മദർ വന്നിട്ട് ഭയങ്കരമായിട്ടും ഹാർഷ് ആവുക ആൻഡ് ഷീ സ്പിറ്റ്സ് ഓൺ ദാറ്റ് ഗ്ലാസ്. അപ്പോൾ അത് ഈ കുട്ടിയുടെ മദർ വന്നിട്ട് ഹാർഷായിട്ട് താലിയന്റെ മേത്ത് സ്പിറ്റ് ചെയ്യും, അതായത് ആ ഗ്ലാസ് സ്പിറ്റ് ചെയ്യും. അപ്പോൾ താലിയക്കും സങ്കടം ആവുമെങ്കിൽ കൂടി താലിയ ലിനസിന്റെ അടുത്ത് പറയാണ്,
ഒരു സ്ഥലത്ത് നമുക്ക് ഹോപ്പ് ഇല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഹോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഡോർ അടച്ചിട്ടാണെങ്കിൽ മറ്റൊരു വാതിൽ നമുക്ക് എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. അങ്ങനത്തെ എന്താ പറയാ, ഓരോ ക്യാരക്ടേഴ്സ് പറയുന്ന ഓരോ ലൈൻസും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആണ്. അതേപോലെ തന്നെ ഇവര് വില്ലേജിലേക്ക് പോകുന്ന വഴി സോയി പറയുന്നുണ്ട്, നമ്മളൊരു കാര്യത്തെ ഫിയർ ചെയ്യുമ്പം, എനിക്ക് ഈ ലൈൻസ് എക്സാക്ട്ലി ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ, ലൈൻസ് വായിക്കാത്തത്. നമ്മളൊരു കാര്യത്തെ ഫിയർ ചെയ്യുന്ന ആ കാര്യത്തെ ആണ് നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്നത്. ഫിയർ ചെയ്യുന്ന കാര്യത്തെ ഹെയ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയത്, ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ എക്സാംസിനെ അവർ ഫിയർ ചെയ്യും കുട്ടികൾ. ആ എക്സാമിനെ അവർ അതുകൊണ്ടാണ് വെറുത്തു പോകുന്നത്. അപ്പം ഫിയർ ചെയ്യാം, പക്ഷെ എന്താണ് ഫിയർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു ഹെയ്റ്റഡ് അത് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ ഈ ഒരു ഓർഫനേജിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ എല്ലാ ഡയലോഗ്സും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്ത രീതികളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും ഹാർട്ട് ടച്ചിങ് അല്ലെങ്കിൽ നല്ല ലെസൺസ് ആണ് തരുന്നത്. പിന്നെ ഈ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റിലുള്ള ഒരു ഓഫീസറിന് ആർത്തറിന്റെ അടുത്ത് വല്ലാത്ത ദേഷ്യം ഉണ്ടാവും. കാരണം ആർത്തറും ഈ ഓഫീസറും, ചാൾസ് വേർണർ എന്നാണ് ഓഫീസറിന്റെ പേര്, ചാൾസ് വേർണറിനും പാസ്റ്റിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റോറിയൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ആ ഒരു സെല്ലാർ ഡോറിന്റെ അകത്താണ് അതിന്റെ സീക്രറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രസമൊക്കെ ഉള്ളത്. സോ ഇത്രയുമാണ് സ്റ്റോറി, ഇത്രയുമാണ് പ്ലോട്ട്. ഇതാണ് എൻ്റെ ഒരു റിവ്യൂ. ഇനി ബാക്കി ഈ ഒരു ബുക്കിനെ കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ആർത്തറിന്റെ ചൈൽഡ്ഹുഡ്, ആർത്തറുമായിട്ടുള്ള ബന്ധം, ആർത്തർ എന്തുകൊണ്ടാണ് ഈ ഒരു ഓർഫനേജ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഈ ഒരു ബുക്കിന്റെ സ്റ്റാർട്ടിംഗ് ഒന്നും നമുക്ക് അത്ര തന്നെ, ഇനീഷ്യൽ ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മാജിക്കൽ യൂത്ത്സിനെ പറയുമ്പം മുന്നേ ഇങ്ങനത്തെ സീരീസോ അല്ലെങ്കിൽ ബുക്സോ വായിക്കാത്ത, ഈ റിയലിസം അല്ലെങ്കിൽ ഇങ്ങനത്തെ വൈവേൺസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്പ്രൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള സീരീസ് ഒക്കെ കാണാത്ത ആൾക്കാർക്ക് കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പോകെ പോകെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. സോ ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് ദിസ് ബുക്ക്. താങ്ക് യു. താങ്ക് യു സന. നല്ല പ്രസന്റേഷൻ ആയിരുന്നു അല്ലെ, നന്നായിട്ട് തന്നെ പറഞ്ഞു. നല്ല സ്റ്റോറി, അതിന്റെ ഫാന്റസി സൈഡൊക്കെ ഒരുപാട് ഇഷ്ടമായി. പേഴ്സണലി എനിക്ക് ഫാന്റസി സ്റ്റോറീസ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണോന്ന് അറിയില്ല, നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇടക്ക് പറഞ്ഞ കോഡ്സും ഹോപ്പും ഒക്കെ തരുന്ന കോഡ്സും ഒക്കെ നല്ലതായിട്ട് തോന്നി. പിന്നെ സീക്രട്ട് എലമെന്റ്സ് മുഴുവനായിട്ട് റിവീൽ ചെയ്യാതെ തന്നെ ബുക്ക് വായിക്കണം എന്നുള്ള എലമെന്റ്സ് കൂടെ പറഞ്ഞ് അതിനൊരു അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി. നന്നായിരുന്നു ഓവറോൾ, നല്ല പ്രസന്റേഷൻ. ഇനി നമുക്ക് ഫീഡ്ബാക്ക് പറയാനായിട്ട് ഷിഫാനയെ ക്ഷണിക്കാം. ഷിഫാന. ഹലോ. ഹലോ. സനന്റെ പ്രസന്റേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ആദ്യം തന്നെ നല്ല രീതിയിൽ ആ ഒരു കഥാപാത്രത്തെ, ലീനസ് ബേക്കർ എന്ന കഥാപാത്രത്തെ അതിമനോഹരമായിട്ടാണ് സനൻ എന്ത് ചെയ്തത്, ഞങ്ങൾ അവതരിപ്പിച്ചു തന്നത്. പിന്നെ അതിലുള്ള അതുപോലെ ആ സെല്ലാർ ഡോർ ഇപ്പോ റിവ്യൂ കേട്ടപ്പോ എനിക്ക് വായിക്കാൻ തോന്നാണ്. ആ സെല്ലാർ ഡോർ തുറന്നാല് എന്താണ് ഇനി അതിലുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് അറിയാനുള്ള ഒരു ത്വര ഞങ്ങളിൽ എല്ലാവരിലും ഉണ്ടാക്കിയെടുക്കാൻ സനക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അതിലുള്ള ഓരോ കഥാപാത്രങ്ങളെ പറ്റി പറഞ്ഞതായാലും, താലിയ, ലൂസി, ആർത്തൂർ, സാലി, ഇവരൊക്കെ ചെറുതായിട്ടാണ് ഞങ്ങൾക്ക് സന പറഞ്ഞെങ്കിലും കൂടുതലായിട്ട് അവരെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഞങ്ങളിൽ ഉണ്ടാക്കി തരാൻ സനക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ സനന്റെ വേ ഓഫ് പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ സനക്ക് അത് പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ പറഞ്ഞ ഫിയറിനെ പറ്റിയിട്ടുള്ള കോട്ടും ഹോപ്പിനെ പറ്റിയിട്ടുള്ള കോട്ട്സൊക്കെ നന്നായിട്ട് സന പറഞ്ഞു തന്ന്. അപ്പോ ബുക്ക് വായിക്കാൻ ഞങ്ങളിൽ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ സനക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. നന്നായിട്ട് പ്രസന്റ് ചെയ്തു, നല്ലതായിരുന്നു. താങ്ക് യു. ഇനി ഫീഡ്ബാക്ക് പറയാനായിട്ട് അഷീഖിനെ ക്ഷണിക്കാണ്. ഹലോ സന. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഈ ബുക്ക് സെലക്ട് ചെയ്തതിന്. കാരണം നമ്മൾ റെയർ ആയിട്ട് കാണുന്ന ബുക്സ് ആണ്, ഇതൊന്നും പെട്ടെന്ന് ആരും നമ്മൾ എടുത്ത് വായിക്കില്ല. അപ്പൊ ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോ ഈ ആണെങ്കിൽ ഫുള്ള് പറയും ചെയ്തില്ല, ഒരു ത്രെഡ് ഇട്ടിട്ട് നമുക്കൊരു വായിക്കണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് ഇട്ടിട്ടാണ് അവസാനിപ്പിച്ചത്. പിന്നെ പറഞ്ഞു എന്താണ് ക്യാരക്ടേഴ്സ്
അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ഒരു ചെറിയൊരു നമുക്ക് ഒരു ഐഡിയ ഈ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ പ്രസന്റേഷൻ ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു അഷീക. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഹായ് സന. ഹായ്. എനിക്ക് ഇത് ഫസ്റ്റ് ഇങ്ങനെ ബുക്ക് കേട്ട് ഇങ്ങനെ പ്രസന്റേഷൻ കേട്ട് തുടങ്ങിയ ബുക്കിനോട് ഞാൻ ഇതൊക്കെ ഒരു നമുക്ക് ലിറ്ററേച്ചറിലൊക്കെ ആണെങ്കിൽ സ്റ്റഡീസ് ഒക്കെ നടത്താൻ പറ്റിയ ബുക്കാണ്. കാരണം ഒരുപാട് നീ തന്നെ പറയുന്നുണ്ട് ഇവിടെ എക്സിസ്റ്റൻഷ്യലിസം ആണെന്നുണ്ടെങ്കിൽ ക്യൂർ ആണെന്നുണ്ടെങ്കിലും മാജിക്കൽ റിലേഴ്സ് ആണ്, അങ്ങനെ ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ബുക്കാണ്. അപ്പൊ അതിന്റെ ഒരു റീഡിംഗ് അല്ല പല റീഡിംഗ് നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്കൊരു പേപ്പർ എഴുതാൻ അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി പലതും നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും ഡെപ്ത് ഉള്ള ഒരു ബുക്കാന്ന് തോന്നി. പിന്നെ ഈ ഓർഫനേജിനൊക്കെ കുറിച്ച് കേട്ടപ്പോ എനിക്ക് മിസ് പെരിഗ്രിൻസ് ഹോം ഫോർ പെക്യൂലിയർ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. അതിലും ഇതുപോലെ തന്നെയാണ്. അതിൽ മിസ്റ്റീരിയസ് ആയിട്ട് അതൊരു ഹിഡൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഒരു നാനിയൊക്കെ പോലെ ഒരു ഹിഡൻ പ്ലേസ് ആണ്. അതിന്റെ ഉള്ളിൽ നിറച്ചൊരു ഓർഫനേജ് ആണ്. അവിടെ ഇതുപോലെ പെക്യൂലിയർ ആയിട്ടുള്ള ചിൽഡ്രൻ ആണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ ബുക്ക് എന്റെ മനസ്സിലേക്ക് വന്ന് ഈ ഒരു സാധനം വായിച്ചപ്പോൾ ഞാൻ അതിനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പൊ അതുപോലെ എനിക്ക് ഇഷ്ടമായി ബുക്ക്. നമുക്ക് എന്താ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാന്റസി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു ബുക്കാന്ന് തോന്നി. താങ്ക് യു ഫോർ യുവർ പ്രസന്റേഷൻ. താങ്ക് യു. താങ്ക് യു റജിന. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഹലോ സന, ഞാൻ ഫസ്റ്റ് ഇയറിലെ ഭാവനയാണ്. ഹലോ. ആക്ച്വലി നമുക്ക് റിവ്യൂ കേൾക്കാം, എല്ലാവർക്കും ഒരു ബുക്കിന്റെ റിവ്യൂ ഒക്കെ പറയാൻ പറ്റും. പക്ഷെ സനയുടെ പ്രസന്റേഷൻ അത്ര അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് ഒരു ബുക്ക് വായിക്കണമെന്ന് തോന്നലുണ്ടാക്കാൻ എല്ലാവരെ കൊണ്ടും അങ്ങനെ സാധിക്കില്ല. പക്ഷെ സന അത് പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബുക്ക് വായിച്ചാൽ നല്ലത്, വായിക്കാമെന്ന് തോന്നലും. അതൊരു റിവ്യൂ പറയുന്നതിന്റെ ഒരു ത്രെഡില് അതിന്റെ എല്ലാ ഭാഗവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ബുക്കിന്റെ കഥയൊക്കെ അറിയാലോ. പക്ഷെ എല്ലാ ഭാഗവും പറയാതെ എവിടെ നിർത്തണോ അവിടെ നിർത്തിക്കൊണ്ട് നമ്മളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ആക്ച്വലി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്ന വെറുതെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് കേൾക്കാം. പക്ഷെ സന പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മള് അതിലേക്ക് ശ്രദ്ധിച്ചിരുന്നു പോകും, എന്താണ് പറയണെന്ന് കേൾക്കാൻ. അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്കത് കേൾക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. അത്രയും നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ സന പറഞ്ഞ പോലെ മേ ബി എന്താ അദ്ദേഹത്തിന്റെ കഥകളിലൊരു എന്തൊക്കെയോ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ക്യൂർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ക്യൂർ പേഴ്സൺസ് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളായിരിക്കാം അദ്ദേഹവും ഇങ്ങനെ സീക്രട്ട് ആയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കാം. ചിലപ്പോൾ അദ്ദേഹം ഒരു ക്യൂർ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങള് വേറൊരു രീതിയിൽ പറയുന്ന പോലെ എനിക്ക് സാധനം പ്രസന്റ് ചെയ്തപ്പോ ഫീൽ ചെയ്തത്. അത്രയും രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല റിവ്യൂ ആയിരുന്നു. നല്ലൊരു വോയിസ് മോഡുലേഷനോട് കൂടിയാണ് പ്രസന്റ് ചെയ്തത്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഭാവന. ഇനി ആർക്കെങ്കിലും പറയണോ? ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തിട്ട് ഭാവന പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്. ഇതിൽ ഞാനിങ്ങനെ ഗൂഗിൾ റിവ്യൂ ഞാൻ പേഴ്സണലി ഈ ക്യൂർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളല്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ഞാൻ പേഴ്സണലി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളല്ല. അപ്പോൾ ഇതിന്റെ റിവ്യൂസ് ഞാൻ നോക്കിയപ്പം കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരു ഗേ എലിമെന്റ് കൊണ്ടുവരേണ്ടതുണ്ടോ? കാരണം അങ്ങനെ വല്ലാണ്ട് അതിനെപ്പറ്റി പറയുന്നൊന്നുമില്ല. ആർത്തറും ലിനസും തമ്മിൽ ഇഷ്ടത്തിലാവുന്നുണ്ട്. അപ്പോ എക്സ്ട്രീംലി അപ്പർ മാനേജ്മെന്റിലുള്ള ഒരു ഓഫീസറിന് ചാൾസ് ബേണറിന് ആർത്തറിന് അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ വായിക്കണം. അപ്പോ ആ ചാൾസിന് പേടിയുണ്ട് ലിനസ് ആർത്തറിന്റെ ഇതിലായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പോവോ, ഓർഫനേജ് എന്താ പറയാ അയാളുടെ റിപ്പോർട്ട്സിൽ ബയസ് ആയി പോവെന്നുള്ള പേടിയുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോറിയില് ലിനസും ആർത്തറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വളരെ കുറച്ച് അല്ലെങ്കിൽ അവസാന ചാപ്റ്റേഴ്സിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എലിമെന്റ് ഇതിൽ കൊണ്ടുവരേണ്ടതുണ്ടോ, ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ. പക്ഷെ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല ഇങ്ങനത്തെ. പക്ഷെ എനിക്ക് വായിച്ചപ്പോൾ ഒരു വിയേർഡ് അല്ലെങ്കിൽ ഓക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ പോസിറ്റീവ് ആയിട്ടാണ് TJ Klune പോർട്രേ ചെയ്ത് പോയിട്ടുള്ളത്. Okay, Sana. Thank you for your presentation.
അപ്പൊ നമുക്ക് Thank വൈൻഡ് you. അപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ താങ്ക് യു ഓൾ. Thank you.